നമ്മുടെ നാലാമത്തെ ചാപ്റ്ററിന്റെ ഏകദേശം പകുതിയോളം നമ്മൾ കംപ്ലീറ്റ് ചെയ്തല്ലേ. ഇത് ഈ ചാപ്റ്ററിന്റെ 5ാമത്തെ വീഡിയോ ആണ്. ഇതിനകത്ത് 67ാമത്തെ പേജ് മുതൽ 72ാമത്തെ പേജ് വരെ നമ്മൾ ഇന്ന് നോക്കും. ഈ ഭാഗത്ത് പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ നമുക്ക് നോക്കാം. ഈ ഭാഗത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചില സംഖ്യകളുടെ പ്രത്യേകതകൾ കണ്ടുപിടിച്ചിട്ട് അത് ഓൾജിബ്ര ഉപയോഗിച്ച് പ്രൂവ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ആദ്യത്തേത് നോക്കിക്കേ. 2 നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചിട്ടില്ലേ? 12 × 63 എത്രയാണ്? 756 കിട്ടി അല്ലെ. 21 × 36 756 തന്നെയാണ് അല്ലെ. അതായത് 2 രീതിയിൽ പ്രൊഡക്റ്റ് എടുത്തപ്പോഴും നമുക്ക് 756 തന്നെയാണ്. ഈ സെറ്റ് നോക്കിക്കേ. 32 × 46 അത് 1472 ആണ്. 23 × 64 അത് 1472 തന്നെയാണ് അല്ലെ. ഇവിടെ ഈ 2 സെറ്റിന്റെയും പ്രൊഡക്റ്റ് സെയിം തന്നെയാണ്. വെറുതെ ഏതെങ്കിലുമൊക്കെ നമ്പറുകളാണോ പ്രൊഡക്റ്റ് ചെയ്തേക്കുന്നത്? ഒന്ന് നോക്കിക്കേ. ഇത് 12 × 63 അല്ലെ. അപ്പോൾ 12നെ നേരെ തിരിച്ചിട്ടു. അപ്പൊ എന്ത് കിട്ടി? 21. 63നെയും നേരെ തിരിച്ചിട്ടു. അതായത് 36. അതായത് രണ്ടാമത്തെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് എടുത്തിരിക്കുന്നത്? ആദ്യത്തതിന്റെ നമ്പറുകൾ അതേപടി തന്നെ തിരിച്ചിട്ടു. അങ്ങനെയാണ് രണ്ടാമത്തെ പ്രൊഡക്റ്റ് കിട്ടിയേക്കുന്നത്. 12 × 63. 12നെ തിരിച്ചിട്ടപ്പോ 21 × 63നെ തിരിച്ചിട്ടപ്പോ 36. അതുപോലെ തന്നെയല്ലേ ഈ പ്രൊഡക്റ്റും ചെയ്തത്? 32നെ തിരിച്ചിട്ടു അപ്പൊ 23 കിട്ടി അല്ലെ. 46നെ തിരിച്ചിട്ടു 64 കിട്ടി. അതിന്റെ പ്രൊഡക്റ്റും ഏത് തന്നെയാണ് നമുക്ക് കിട്ടിയത്? 1472 തന്നെയാണ് കിട്ടിയത്. അതായത് സംഖ്യകൾ വെറുതെ തിരിച്ചിടുമ്പോൾ പ്രൊഡക്റ്റ് സെയിം ആയിരിക്കുമോ? വേറെ ഏതെങ്കിലും നമ്പറുകൾ എടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. 16 × 28 എത്രയാണ് ആൻസർ കിട്ടുന്നത്? അതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കേ. 16 × 28 നമുക്ക് 448 എന്ന് കിട്ടും. 448. ഇനി 16നെ ഒന്ന് തിരിച്ചിട്ടെ. അപ്പൊ നമുക്ക് 61 കിട്ടും അല്ലെ. 61 × 28നെ ഒന്ന് തിരിച്ചിട്ടെ. അപ്പോൾ 82 കിട്ടും അല്ലെ. 61 × 82 ചെയ്ത് നോക്കിക്കേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 5002 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അതായത് വെറുതെ നമ്മൾ നമ്പർ തിരിച്ചിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊഡക്റ്റ് സെയിം ആയിരിക്കണം നിർബന്ധമുണ്ടോ? ഇല്ല. പിന്നെ ഇവിടെ എന്തുകൊണ്ടാണ് ഈ പ്രൊഡക്റ്റ് സെയിം ആയത്? അതായത് ഈ നമ്പറുകൾക്ക് എന്തോ പ്രത്യേകത ഉണ്ടാകണ്ടേ? അതുകൊണ്ടല്ലേ ഈ പ്രൊഡക്റ്റ് സെയിം ആയത്. വെറുതെ തിരിച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് സെയിം ആകില്ല എന്ന് നമ്മൾ കണ്ടല്ലേ. അതായത് പ്രൊഡക്റ്റ് സെയിം ആകണമെങ്കിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഓൾജിബ്ര യൂസ് ചെയ്താണ് ഇത് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നോക്കിക്കേ. 2 2 ഡിജിറ്റ് നമ്പറുകളല്ലേ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. 2 ഡിജിറ്റ് നമ്പറുകളുടെ ജനറൽ ഫോം എന്താ? 10m + n ആണല്ലേ. അതായത് നമുക്ക് 2 2 ഡിജിറ്റ് നമ്പറുകളാണ് എടുക്കേണ്ടത്. ആ നമ്പറുകളായിട്ട് 10m + n ആയിട്ട് എടുത്തു. ഇനി രണ്ടാമത്തെ നമ്പറോ? അപ്പോൾ വേറെ ഏതെങ്കിലും വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യണ്ടേ? അതായത് ഞാൻ 10p + q ആയിട്ട് എടുത്തു. 2 2 ഡിജിറ്റ് നമ്പറുകൾ ഇങ്ങനെ എടുത്തു. ഇനി അടുത്ത പ്രൊഡക്റ്റ് എങ്ങനെയായിരുന്നു? ആ നമ്പേഴ്സ് തിരിച്ചിടുക, അതിനുശേഷം പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ നമ്പേഴ്സ് തിരിച്ചിട്ടാൽ എന്തായിരിക്കും കിട്ടുന്നത്? ആദ്യത്തെ നമ്പർ 10m + n അല്ലെ. അതായത് ടെൻസിന്റെ പ്ലേസിലാണ് m കിടക്കുന്നത്, n വൺസിന്റെ പ്ലേസിൽ. അത് നേരെ തിരിച്ചിട്ടാൽ എന്ത് വരും? n ആദ്യം വരും, m രണ്ടാമത് വരും അല്ലെ. അതായത് നമുക്ക് എങ്ങനെ എഴുതാം? 10n + m എന്ന് എഴുതാം അല്ലെ. n വന്നിരിക്കുന്നത് ടെൻസിന്റെ പ്ലേസിലാണ്, m വൺസിന്റെ പ്ലേസിലേക്ക് എഴുതി. 10p + q നെ എങ്ങനെ തിരിച്ചിടാം? ഇവിടെ p ആണ് ടെൻസിന്റെ പ്ലേസിൽ കിടക്കുന്നത്, അത് എങ്ങോട്ടേക്ക് പോകും? വൺസിന്റെ പ്ലേസിലേക്ക് പോകും അല്ലെ. q അത് നമ്മുടെ ടെൻസിന്റെ പ്ലേസിലേക്കും വരും. അതായത് നമ്പർ എങ്ങനെ കിട്ടും? 10q + p എന്ന് കിട്ടും അല്ലെ. ഇനി ഞാൻ ഇതിന്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് പോവാം. ആദ്യം നമ്മൾ എടുത്ത 2 ഡിജിറ്റ് നമ്പറുകളുടെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം അല്ലെ. അതായത് 10m + n-ന്റെയും 10p + q-ന്റെയും പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. 10m + n × 10p + q ഈക്വൽ ടു എത്ര കിട്ടും? 10m × 10p അല്ലെ. അങ്ങനെയാണെങ്കിൽ എത്ര കിട്ടും? 10 × 10 100 വരും. അതായത് 100mp എന്ന് കിട്ടും അല്ലെ. 100mp പ്ലസ് അടുത്തത് 10m × q അതെത്രയാണ്? 10mq എന്ന് കിട്ടും അല്ലെ. 10mq പ്ലസ് n × 10p അതായത് 10pn. 10pn അടുത്തതോ n × q nq. സോ പ്ലസ് nq. അടുത്തത് ഇനി ഈ സെക്കൻഡ് പ്രൊഡക്റ്റ് എങ്ങനെ കിട്ടിയത്? ഇതിന്റെ ഓരോ ഡിജിറ്റുകളും തിരിച്ചിട്ട ശേഷം പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചു അല്ലെ. അതായത് ആ സംഖ്യയുടെ തിരിച്ചിട്ടത് എത്രയാ? 10n + m കിട്ടി, 10q + p കിട്ടി അല്ലെ.
ഇനി ഇതിന്റെ തമ്മിൽ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക. അതായത് സെക്കൻഡ് പ്രൊഡക്റ്റ് 10n + m ഇൻറ്റു 10q + p. ആദ്യം ചെയ്തതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്തേ. 10n ഇൻറ്റു 10q അതായത് 100nq 100nq പ്ലസ് അടുത്തത് 10n ഇൻറ്റു p 10np 10np പ്ലസ് m ഇൻറ്റു 10q എത്ര കിട്ടും? 10mq അല്ലേ? 10mq പ്ലസ് m ഇൻറ്റു p mp. അപ്പോൾ നമുക്ക് ഈ രണ്ട് പ്രൊഡക്റ്റും കിട്ടി. ഇനി ആ പ്രൊഡക്റ്റ് തമ്മിൽ ഈക്വൽ ആകണ്ടേ? ആ കണ്ടീഷനല്ലേ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഫസ്റ്റ് പ്രൊഡക്റ്റും അത് നേരെ തിരിച്ചിട്ട സെക്കൻഡ് പ്രൊഡക്റ്റും തമ്മിൽ ഈക്വൽ ആകണം അല്ലേ? അതായത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ആൻസറുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. 100mp പ്ലസ് 10mq പ്ലസ് 10pn പ്ലസ് nq ഈക്വൽ ടു രണ്ടാമത്തെ പ്രൊഡക്റ്റ് അല്ലേ? പ്രൊഡക്റ്റുകൾ സെയിം ആകാനുള്ള കണ്ടീഷൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ പ്രൊഡക്റ്റുകൾ തമ്മിൽ ഈക്വൽ ആയിരിക്കണം. സോ 100nq പ്ലസ് 10np പ്ലസ് 10mq പ്ലസ് mp. ഇനി ഈ രണ്ട് സൈഡ് നോക്കിക്കേ, ഈക്വൽ ആയിട്ടുള്ളതെല്ലാം ക്യാൻസൽ ചെയ്തേ. ഇവിടെ 10mq ഉണ്ട് അല്ലേ? ഇവിടെയും 10mq ഉണ്ട്. അത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യാം. 10pn ഉണ്ട്. ഇവിടെയോ? ഇവിടെയും 10pn ഉണ്ട് അല്ലേ? npയും pnനും സെയിം ആണല്ലോ അല്ലേ? അതായത് ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യാം. ഇനി ബാക്കി എന്തൊക്കെയുണ്ട്? 100mp പ്ലസ് nq 100mp പ്ലസ് nq that is equal to 100nq 100nq പ്ലസ് mp. ഇനി ഇതിനെ രണ്ടിനെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്ത് കിട്ടും? 100mp പ്ലസ് nq. ഇത് ഈ സൈഡ് വരുമ്പം മൈനസ് ആവും അല്ലേ? സോ മൈനസ് 100nq. ഇത് ഈ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് ആവും അല്ലേ? മൈനസ് mp ദാറ്റ് ഈസ് ഈക്വൽ ടു. ഇനി ഈ സൈഡിൽ എന്തുണ്ട്? രണ്ടിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു, അതുകൊണ്ട് ഇവിടെ 0. ഇനി ഇവിടെ നോക്കിക്കേ, 100mp മൈനസ് mp അപ്പൊ എത്രയായി? 99mp. അടുത്തത് nq മൈനസ് 100nq, അതായത് ഒന്നിൽ നിന്ന് 100 സബ്ട്രാക്ട് ചെയ്യുകയാണ് അല്ലേ? മൈനസ് 99nq നമുക്ക് കിട്ടും. സോ മൈനസ് 99nq ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി രണ്ടിനകത്ത് 99 ഉണ്ടല്ലോ, അതുകൊണ്ട് അത് കോമൺ ആയിട്ട് എടുക്കത്തില്ലേ? സോ 99 ഇൻറ്റു mp മൈനസ് nq നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. 99 ഇൻറ്റു mp മൈനസ് nq 0 കിട്ടണമെങ്കിൽ ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്നത് 0 ആയിരിക്കണം അല്ലേ? കാരണം 99 ഒരിക്കലും 0 ആകത്തില്ല. അപ്പൊ എന്തിനുള്ള ചാൻസേ ഉള്ളൂ? mp മൈനസ് nq 0 ആകാനുള്ള ചാൻസേ ഉള്ളൂ. അതായത് നമുക്ക് എന്ത് കിട്ടും? mp മൈനസ് nq ദാറ്റ് ഈസ് ഈക്വൽ ടു 0 നമുക്ക് കിട്ടും. ഇനി nqനെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നേ. ഇത് മൈനസ് nq ആണ്, ഇപ്പുറ സൈഡിൽ വരുമ്പോൾ പ്ലസ് nq ആവും അല്ലേ? സോ mp ഈക്വൽ ടു nq എന്ന് നമുക്ക് കിട്ടും. അതായത് ഈ രണ്ട് പ്രൊഡക്റ്റും ഈക്വൽ ആകണമെങ്കിൽ എന്താ കണ്ടീഷൻ വരേണ്ടത്? mpയും nqവും ഈക്വൽ ആയിരിക്കണം. ഈ പ്രൊഡക്റ്റില് എമ്മും പിയും എന്താ? ആദ്യത്തെ സംഖ്യയുടെ ടെൻസിന്റെ പ്ലേസിൽ കിടക്കുന്നതാണ് m. രണ്ടാമത്തെ സംഖ്യയുടെ ടെൻസിന്റെ പ്ലേസിൽ തന്നെയാണ് ആരും കിടക്കുന്നത്? പിയും കിടക്കുന്നത്. അതായത് നമുക്ക് എന്ത് പറയാം? ടെൻസിന്റെ പ്ലേസിൽ കിടക്കുന്ന ഡിജിറ്റുകളുടെ പ്രൊഡക്റ്റ് ആരോട് ഈക്വൽ ആയിരിക്കണം? nqവിനോട് ഈക്വൽ ആയിരിക്കണം അല്ലേ? n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേതാ? വൺസിന്റെ പ്ലേസിൽ കിടക്കുന്ന ഡിജിറ്റ്. qo അത് രണ്ടാമത്തെ സംഖ്യയുടെ വൺസിന്റെ പ്ലേസിൽ കിടക്കുന്ന ഡിജിറ്റ്. അതായത് ആരോട് ഈക്വൽ ആയിരിക്കണം? വൺസിന്റെ പ്ലേസിൽ കിടക്കുന്ന ഡിജിറ്റുകളുടെ പ്രൊഡക്റ്റിനോട് ഈക്വൽ ആയിരിക്കണം. ഇവിടെ പ്രൊഡക്റ്റുകൾ ഈക്വൽ ആകണമെങ്കിൽ നമ്മൾ എടുക്കുന്ന രണ്ട് സംഖ്യകളുടെ ടെൻസിന്റെ പ്ലേസിൽ കിടക്കുന്ന ഡിജിറ്റുകളുടെ പ്രൊഡക്റ്റും വൺസിന്റെ പ്ലേസിൽ കിടക്കുന്ന ഡിജിറ്റുകളുടെ പ്രൊഡക്റ്റും ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ പ്രൊഡക്റ്റും ഈക്വൽ ആകത്തുള്ളൂ. ഇവിടെ അത് ശരിയല്ലെന്ന് നോക്കിക്കേ.
12 63 ആയിരുന്നല്ലേ എടുത്തത്. അതായത് ടെൻസിന്റെ പ്ലേസിൽ കിടക്കുന്ന ഏതൊക്കെയായിരുന്നു? 1ഉം 6ഉം അല്ലേ? അതായത് 1 into 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 കിട്ടി. വൺസിന്റെ പ്ലേസിൽ കിടക്കുന്ന ഏതൊക്കെയായിരുന്നു? 2ഉം 3ഉം അല്ലേ? 2 into 3 ദാറ്റ് ഈസ് ഈക്വൽ ടു അതും 6 കിട്ടി. അതുകൊണ്ടാണ് ഇവയുടെ പ്രൊഡക്റ്റും ഈക്വൽ ആയത്. പ്രൊഡക്റ്റ് എങ്ങനെ കണ്ടുപിടിച്ചെന്ന് മനസ്സിലായതാണല്ലോ. രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചു, അതിനെ തിരിച്ചിട്ടിട്ട് വീണ്ടും പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചു. ആ പ്രൊഡക്റ്റുകൾ തമ്മിൽ ഈക്വൽ ആകാനുള്ള കണ്ടീഷനാണ് ഇപ്പോൾ പറഞ്ഞത്. നമ്മൾ എടുക്കുന്ന സംഖ്യകളുടെ ടെൻസിന്റെ പ്ലേസിലെ ഡിജിറ്റുകളുടെ പ്രൊഡക്റ്റും വൺസിന്റെ പ്ലേസിലെ ഡിജിറ്റുകളുടെ പ്രൊഡക്റ്റും ഈക്വൽ ആയിരിക്കണം. ഇവിടെയും ശരിയല്ലേ നോക്കിക്കേ. ടെൻസിന്റെ പ്ലേസിൽ ഏതൊക്കെയാണ്? 3ഉം 4ഉം അല്ലേ? അതായത് 3 into 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 12 കിട്ടി. വൺസിന്റെ പ്ലേസിലോ 2ഉം 6ഉം, അതായത് 2 into 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 12 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ വേറെ രണ്ട് നമ്പേഴ്സ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഗുണിച്ചു നോക്കേണ്ട ആവശ്യമില്ല, ഈ കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. പ്രൊഡക്റ്റുകൾ സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ സെയിം പ്രൊഡക്റ്റ് കിട്ടുന്ന രണ്ട് ജോഡി നമ്പേഴ്സ് ഒന്ന് എടുത്തേ. 2ഉം 9ഉം എടുത്ത് നോക്കുക. ഇപ്പോൾ 18 കിട്ടിയല്ലോ. 3ഉം 6ഉം എടുത്ത് നോക്കുക. അവിടെയും 18 കിട്ടിയല്ലോ. അതായത് നമുക്ക് എങ്ങനെ നമ്പേഴ്സ് കൺസ്ട്രക്ട് ചെയ്യാം? ടെൻസിന്റെ പ്ലേസിൽ 2നെയും 9നെയും വെക്കുക, വൺസിന്റെ പ്ലേസിൽ 3നെയും 6നെയും വെക്കുക. അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? ടെൻസിന്റെ പ്ലേസിൽ 2ഉം 9ഉം വെച്ചു, വൺസിന്റെ പ്ലേസിൽ 3ഉം 6ഉം വെച്ചു. നിങ്ങൾ ഇതിന്റെ പ്രൊഡക്റ്റ് എടുത്ത് നോക്കുക. അടുത്തതിന് ഏതാ ചെയ്യേണ്ടത്? ഇത് നേരെ തിരിച്ചിടണം അല്ലെ? അതായത് 3 2 32 ഇൻറ്റു ഇതും തിരിച്ചിട്ടേ 69. ഇതിന്റെ പ്രൊഡക്റ്റും എടുത്ത് നോക്കുക. നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് എല്ലാം ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്രൊഡക്റ്റുകൾ സെയിം ആകണമല്ലോ. അത് സെയിം ആണോ അല്ലയോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് ഒരു കലണ്ടറിലെ പ്രത്യേകതയാണ് നമ്മളോട് പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞേക്കുന്നത്. എന്താ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? ആദ്യം നമ്മളോട് 4 സംഖ്യകൾ അടങ്ങുന്ന ഒരു സ്ക്വയർ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 6ഉം 7ഉം 13ഉം 14ഉം ഈ 4 സംഖ്യകൾ അടങ്ങുന്ന ഒരു സ്ക്വയർ നമുക്ക് എടുക്കാം. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ സ്ക്വയറിലെ സംഖ്യകൾ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞേക്കുക. അതായത് 6ഉം 14ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, 7ഉം 13ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അതിനുശേഷം അതിന്റെ ഡിഫറൻസ് കാണുക. ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ഡിഫറൻസ് തന്നെയാണോ ഏതൊരു സ്ക്വയർ എടുത്താലും നമുക്ക് കിട്ടുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ആദ്യത്തെ ഈ സ്ക്വയർ എടുത്തിട്ടുണ്ടെങ്കിൽ ഡിഫറൻസ് എത്ര കിട്ടുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം എന്ത് ചെയ്യണം? 6ഉം 14ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? അതായത് 6 into 14 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര ആൻസർ കിട്ടുന്നത്? അത് 84 കിട്ടും അല്ലെ? അടുത്തത് 7 into 13 ചെയ്യണ്ടേ? സോ 7 into 13 ദാറ്റ് ഈസ് ഈക്വൽ ടു അത് എത്ര ആൻസർ? 91 ആൻസർ കിട്ടും. ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 91 മൈനസ് 84. നമുക്കിവിടെ ഡിഫറൻസ് ആയിട്ട് 7 കിട്ടും അല്ലെ? 91 മൈനസ് 84 ദാറ്റ് ഈസ് ഈക്വൽ ടു 7. വേറൊരു സ്ക്വയർ ഞാൻ എടുത്തു. അതായത് 2 3 9 10 അടുത്ത സ്ക്വയർ അല്ലേ? ആ സ്ക്വയറിന്റെ നമ്പേഴ്സ് ഒന്ന് നോക്കിക്കേ. 2 into 10 ചെയ്യണം, 3 into 9 ചെയ്യണം അല്ലെ? അതായത് 2 into 10 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 20 കിട്ടി. ഇനി 3 into 9 ചെയ്യണം അല്ലെ? 3 into 9 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 27 കിട്ടി. ഇനി ഇതിന്റെ ഡിഫറൻസോ? അതായത് 27 മൈനസ് 20 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? അത് 7 കിട്ടും അല്ലെ? അതായത് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ ഡിഫറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടുന്നത്? രണ്ടിടത്തും 7 തന്നെയാണ് കിട്ടുന്നത് അല്ലെ? ഇതിനി ഓൾജിബ്ര ഉപയോഗിച്ച് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിനകത്ത് ഏത് സ്ക്വയർ എടുത്താലും ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ ഡിഫറൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഡിഫറൻസ് 7 ആയിരിക്കും എന്ന് നമ്മളോട് ഓൾജിബ്ര ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് എങ്ങനെ ചെയ്യാം? ഇതിനകത്ത് ആദ്യത്തെ നമ്പർ ഞാൻ x ആയിട്ട് എടുക്കുകയെന്ന് വിചാരിക്കുക. ഇത് x. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത നമ്പർ ഏതായിരിക്കും? x കഴിഞ്ഞിട്ട് വരുന്ന നമ്പർ ഇത് 6, അടുത്ത നമ്പർ 7 അല്ലേ? അതായത് തൊട്ടടുത്ത നമ്പർ എത്രയായിരിക്കും? x plus 1 ആയിരിക്കും അല്ലെ? x plus 1. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് നമ്പർ ആയിരിക്കും? അതായത് 6 തിങ്കളാഴ്ചയാണ്. ഇനി ഒരു 7 ദിവസം കഴിഞ്ഞിട്ടാണല്ലേ അടുത്ത തിങ്കളാഴ്ച വരുന്നത്. അങ്ങനെയാണെങ്കിൽ x ആണ് നമ്മൾ തിങ്കളായിട്ട് എടുത്തിരിക്കുന്നത്. അടുത്ത തിങ്കൾ വരണമെങ്കിൽ 7 ദിവസം കൂടെ കഴിയണം അല്ലെ? അതായത് x plus 7 ആയിരിക്കും. അല്ലെങ്കിൽ ഒന്ന് എണ്ണി നോക്കിയാൽ മതി. x കഴിഞ്ഞിട്ട് 1 2 3 4 5 6 7 എക്സിനോട് 7 കൂട്ടിയപ്പോഴാണ് അടുത്ത തിങ്കൾ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസമോ 7 ദിവസം കഴിഞ്ഞപ്പോൾ തിങ്കളായി.
അടുത്ത ചൊവ്വാഴ്ച വരാനായിട്ട് അപ്പൊ 8 ദിവസം കഴിയണം അല്ലെ? അതായത് എക്സ് പ്ലസ് 8. ഒരു സ്ക്വയറിന്റെ എല്ലാ നമ്പറുകളും നമുക്ക് കിട്ടി. ആദ്യത്തെ ദിവസം എക്സ്, പിന്നെ എക്സ് പ്ലസ് 1, അടുത്തത് എക്സ് പ്ലസ് 7, അടുത്തത് എക്സ് പ്ലസ് 8. ഇതാണ് കലണ്ടറിലെ ഒരു സ്ക്വയറിന്റെ ജനറൽ ഫോം. അടുത്തതിന് എന്ത് ചെയ്യണം? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? അതായത് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 8 ചെയ്യണം. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 8 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? എക്സ് ഇൻറ്റു എക്സും ചെയ്യണം, എക്സ് ഇൻറ്റു 8ഉം ചെയ്യണം അല്ലെ? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് എക്സ് ഇൻറ്റു 8 ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 8 8x. ഇനി ഇതാ ഈ സൈഡിലേക്കല്ല വേണ്ടത്, അതായത് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 7 ചെയ്യണം. എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 7 ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് കൊണ്ട് ഈ എക്സിനെയും 7നെയും മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? അതായത് എക്സ് ഇൻറ്റു എക്സ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് എക്സ് ഇൻറ്റു 7 പ്ലസ് 1 കൊണ്ട് എക്സിനെയും വേണം 7നെയും വേണം അല്ലെ? അതായത് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു 7 ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 7 7x പ്ലസ് 1 ഇൻറ്റു എക്സ് എക്സ് പ്ലസ് 1 ഇൻറ്റു 7 7 ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് എക്സ് 8x പ്ലസ് 7. അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ പ്രൊഡക്റ്റുകളുടെ ഡിഫറൻസ് കാണാനാണ് അല്ലെ? അതായത് ആദ്യത്തെ പ്രൊഡക്റ്റ് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 8x ആണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തതോ എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 7 കൂടെ വന്നിട്ടുണ്ട് അല്ലെ? അതായത് എന്താ ഡിഫറൻസ് വന്നിരിക്കുന്നത്? ഈ 7 ആണ് നമ്മൾ ഡിഫറൻസ് ആയിട്ട് കിട്ടുന്നത്. അത് തന്നെയല്ലേ നമ്മൾ ചെയ്തപ്പോഴും കിട്ടിയത്? 7 ആണ് ഡിഫറൻസ് ആയിട്ട് കിട്ടിയത് അല്ലെ? ഇവിടെ നമ്മൾ ഓൾജിബ്ര ഉപയോഗിച്ച് പ്രൂവ് ചെയ്തു. ഏതൊരു സ്ക്വയർ എടുത്താലും അത് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഡിഫറൻസ് എത്രയായിട്ട് കിട്ടും? ഡിഫറൻസ് 7 ആയിട്ട് കിട്ടും. ഡിഫറൻസ് 7 ആയിട്ട് കിട്ടും. ഇതാണ് നമ്മളോട് ഇവിടെ പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞേക്കുന്നത്. അടുത്തത് മൂന്നാമതായിട്ട് നമുക്കൊരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് തന്നേക്കുന്നത്. ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എങ്ങനെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്? ആദ്യം ഇവിടെ നോക്കിക്കേ, 1 2 3 4 അങ്ങനെ 9 വരെ, ഇങ്ങോട്ടേക്ക് 9 വരെ അല്ലെ? ഈ ടേബിളില് റോ ആയിട്ട് നമ്മൾ എങ്ങനെ പറയുന്നത്? എത്ര റോ ഉണ്ട്? ഹൊറിസോണ്ടൽ ആയിട്ട് എഴുതിയിരിക്കുന്നതാണ് റോ എന്ന് പറയുന്നത്. അതായത് ഇത് ഒന്നാമത്തെ റോ, ഇത് രണ്ടാമത്തെ റോ, ഇത് മൂന്നാമത്തെ റോ. ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടാണ് നമ്മൾ റോകളുടെ എണ്ണം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് കോളം? കോളത്തിന്റെ നമ്പർ നമ്മൾ വെർട്ടിക്കൽ ആയിട്ടാണ് പറയുന്നത്. അതായത് നേരെ താഴത്തേക്ക്. ഇത് ഒന്നാമത്തെ കോളം, ഇത് രണ്ടാമത്തെ കോളം, ഇത് മൂന്നാമത്തെ കോളം. ഇങ്ങനെ താഴത്തേക്ക് താഴത്തേക്ക് നമ്മൾ കോളത്തിന്റെ എണ്ണം പറയുന്നു. ഈ ബ്ലാക്ക് കളറിലുള്ളത് റോകളും റെഡ് കളറിലുള്ളത് കോളങ്ങളും. ഇവിടെ ഈ 8 എന്ന് പറയുന്ന ഈ ഒരു നമ്പർ, ആ നമ്പർ എങ്ങനെയാ വന്നിരിക്കുന്നത്? എത്രാമത്തെ കോളത്തിലെ 8 വന്നിരിക്കുന്നത്? 1 2 അല്ലെ? രണ്ടാമത്തെ റെഡ് ലൈനിലാണ് 8 വന്നിരിക്കുന്നത്. അതായത് എത്രാമത്തെ കോളത്തിലാ? രണ്ടാമത്തെ കോളത്തില്. എത്രാമത്തെ റോയിലാ വന്നേക്കുന്നത്? അതായത് ബ്ലാക്ക് ലൈൻ നോക്കണം അല്ലെ? 1 2 3 4 നാലാമത്തെ റോയിലാണ് 8 വന്നിരിക്കുന്നത്. അതായത് ഈ 8 എങ്ങനെയാ കണ്ടുപിടിച്ചത്? 2 ഇൻറ്റു 4 എത്രാമത്തെ കോളത്തിലാണ്? അത് ഇൻറ്റു എത്രാമത്തെ റോയിലാണ്? 2 ഇൻറ്റു 4. അങ്ങനെയാണ് നമുക്ക് 8 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഈ കിടക്കുന്ന 48 എങ്ങനെയാ വന്നിരിക്കുന്നത്? ആദ്യം എന്ത് നോക്കണം? എത്രാമത്തെ കോളത്തിലാന്ന് നോക്കണം അല്ലെ? അതായത് 1 2 3 4 5 6 ആറാമത്തെ റെഡ് ലൈനിലാണ് 48 കിടക്കുന്നത്. അതായത് 6 ഇൻറ്റു ഇനി എത്രാമത്തെ റോയിലാ? 1 2 3 4 5 6 7 8 എട്ടാമത്തെ റോയിലാണ് 48 കിടക്കുന്നത് അല്ലെ? അതായത് 6 ഇൻറ്റു 8 6 8 48. അങ്ങനെയാണ് ഈ 48 എന്ന് പറയുന്ന ഈ നമ്പർ നമുക്ക് കിട്ടിയത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഇതിനകത്ത് 4 നമ്പറുകൾ അടങ്ങുന്ന ഒരു സ്ക്വയർ നമ്മളോട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ സ്ക്വയറിലെ ക്രോസ് ആയിട്ടുള്ള നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യുക, ആ സമ്മുകളുടെ ഡിഫറൻസ് എത്രയാന്ന് നോക്കുക. ഇതാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു സ്ക്വയർ വരച്ചു വെച്ചിട്ടുണ്ട് അല്ലെ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഒരു സ്ക്വയർ ആണ്. 12 16 15 20.
ഈ 4 സംഖ്യകൾ അടങ്ങുന്ന ഒരു സ്ക്വയർ എടുത്തിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിനകത്ത് ക്രോസ് ആയിട്ട് എഴുതിയിരിക്കുന്ന നമ്പറുകളുടെ സമ്മ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. അതായത് 12 + 20. 12 + 20 സ്റ്റാറ്റിസ്റ്റിക്കൽ എത്ര കിട്ടും? 12 20 32 അല്ലെ. 32. അടുത്തത് ഇനി ഇങ്ങനെ നോക്കണം അല്ലെ. 16 15. 16 + 15 ദാറ്റ് ഈസ് ഈക്വൽ ടു 31 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് എത്ര കിട്ടുന്നത്? ഡിഫറൻസ് 32 - 31 ഡിഫറൻസ് 1 ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അടുത്തത് ഈ സ്ക്വയർ നോക്കിക്കേ. 35ഉം 48ഉം അതായത് 35 + 48 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 83 കിട്ടും അല്ലെ. അടുത്തത് ഇങ്ങനെ നോക്കണം. 40 + 42. 40 + 42 ദാറ്റ് ഈസ് ഈക്വൽ ടു 82 കിട്ടും. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഡിഫറൻസും 1 തന്നെയാണ് അല്ലെ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ഇങ്ങനത്തെ ഏതൊരു സ്ക്വയർ എടുത്താലും, എവിടെ സ്ക്വയർ എടുത്താലും ക്രോസ് ആയിട്ട് സമ്മ് കാണുക, അതിന്റെ ഡിഫറൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഡിഫറൻസ് എത്രയാണെന്ന് പ്രൂവ് ചെയ്യണം? 1 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം അല്ലെ. അങ്ങനെയാണെങ്കിൽ ഓൾജിബ്ര ഉപയോഗിച്ച് എങ്ങനെയായിരിക്കും പ്രൂവ് ചെയ്യേണ്ടത്? നമുക്കൊന്ന് നോക്കാം. ഇതിനകത്ത് ഓരോ നമ്പറും കണ്ടുപിടിക്കുന്ന രീതി ഞാൻ പറഞ്ഞായിരുന്നു അല്ലെ. 24 എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? ആദ്യം എത്രാമത്തെ കോളത്തിലാണ് 24 എന്ന് നോക്കണം, അതിനുശേഷം എത്രാമത്തെ റോയിലാണെന്ന് നോക്കണം, അവയുടെ പ്രൊഡക്റ്റ് കാണണം അല്ലെ. അതായത് 6ാമത്തെ കോളത്തിലാണ്, 4ാമത്തെ റോയിലാണ്. അപ്പൊ 6 4 24. അങ്ങനെയാണ് നമുക്ക് ഈ 24 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ കോളത്തിന്റെ എണ്ണം ഞാൻ n ആയിട്ട് എടുത്തു. n. അപ്പോൾ എന്നിന് ഏതൊക്കെ വാല്യൂസ് നമുക്ക് യൂസ് ചെയ്യാം? 1 വരാം, 2 വരാം, 3 വരാം, അങ്ങനെ 9 വരെയും വരാം അല്ലെ. നമ്മുടെ ഒരു നമ്പർ എത്രാമത്തെ റെഡ് ലൈനിലാണ് എന്ന് കാണിക്കാനായിട്ടാണ് ഞാൻ n കൊടുത്തേക്കുന്നത്. ഇനി റോയുടെ എണ്ണം ഞാൻ m ആയിട്ട് എടുത്തു വിചാരിക്കുക. m അതായത് m എന്താ സൂചിപ്പിക്കുന്നത്? ഞാൻ എടുക്കുന്ന ഒരു നമ്പർ ഇപ്പൊ 30 ആണെങ്കിൽ 30 എത്രാമത്തെ റോയിലാണ് എന്ന് സൂചിപ്പിക്കാനായിട്ടാണ് m എടുക്കുന്നത്. അപ്പോൾ 30 ആണെങ്കിൽ m-ന് ഞാൻ എടുക്കേണ്ട വാല്യൂ ഏതായിരിക്കണം? 5 എടുക്കണം അല്ലെ. കാരണം 30 കിടക്കുന്നത് 5ാമത്തെ റോയിലാണ്. അതായത് എത്രാമത്തെ ബ്ലാക്ക് ലൈനിലാണ് എന്ന് സൂചിപ്പിക്കാനായിട്ടാണ് ഞാൻ m ഉപയോഗിക്കുന്നത്. ഇനി ഏതെങ്കിലും ഒരു സ്ക്വയർ കൺസിഡർ ചെയ്യുക. ഈ സ്ക്വയർ എടുത്തിട്ടുണ്ടെങ്കിൽ 35 40 42 48 ഈ ഒരു സ്ക്വയർ എടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഈ 35 എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? എത്രാമത്തെ കോളത്തിലാണ് ഇൻറ്റു എത്രാമത്തെ റോയിലാണ്, അങ്ങനെയല്ലേ കണ്ടുപിടിക്കുന്നത്. അതായത് ജനറൽ ആയിട്ട് പറയുവാണെങ്കിൽ എന്ത് കോളത്തിലും എന്ത് റോയിലുമാണ് ഏത് കിടക്കുന്നത്? 35 കിടക്കുന്നത് എന്ന് നമുക്ക് പറയത്തില്ലേ. നമ്മൾ എടുക്കുന്ന ഒരു സ്ക്വയറിന്റെ ആദ്യത്തെ നമ്പർ അത് എന്ത് കോളത്തിലും എന്ത് റോയിലുമാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ സ്ക്വയറിലെ ആദ്യത്തെ നമ്പർ എത്രയായിരിക്കും? n × m ആയിരിക്കൂലേ. അങ്ങനെയല്ലേ ഒരു നമ്പർ കണ്ടുപിടിക്കുന്നത്. കോളത്തിന്റെ എണ്ണവും റോയുടെ എണ്ണവും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു സ്ക്വയറിലെ ആദ്യത്തെ നമ്പർ അത് എന്ത് കോളത്തിലാണ് കിടക്കുന്നത്, എന്ത് റോയിലാണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സംഖ്യ ഏതായിരിക്കും? n m. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏതായിരിക്കും? കോളം ഒന്നും കൂടെ കൂടിയല്ലേ, തൊട്ടടുത്ത കോളമായിട്ട് മാറി. പക്ഷെ റോ മാറുന്നുണ്ടോ? റോ m തന്നെയാണ്. n മാത്രം, അതായത് കോളം മാത്രം ഒന്നപ്പുറത്തേക്ക് മാറി അല്ലെ. അങ്ങനെയാണെങ്കിൽ കോളം ഏതായിരിക്കും? n+1 ആയിരിക്കും അല്ലെ, തൊട്ടടുത്ത കോളമായിട്ട് മാറി. റോയോ അത് m തന്നെയാണ് അല്ലെ, റോയ്ക്ക് മാറ്റമൊന്നുമില്ല. അതായത് ഈ എൻട്രി കിട്ടുന്നത് അപ്പൊ എങ്ങനെയാണ്? കോളത്തിന്റെ നമ്പർ ഏതാ? n+1, റോയുടെ നമ്പറോ m. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യല്ലേ വേണ്ടത്. അതായത് n+1 × m എന്ന് കിട്ടും. അടുത്തത് താഴത്തെ എൻട്രിയോ? അവിടെ എന്താ ചേഞ്ച് വരുന്നത്? ഒന്നാമത്തെ നമ്പറിന്റെ ആ കോളം തന്നെയല്ലേ ഇത്? സെയിം കോളം തന്നെയാണ് അല്ലേ. അതായത് എന്ത് കോളത്തിലാണ് ആ നമ്പറും കിടക്കുന്നത്. പക്ഷെ റോയ്ക്ക് മാറ്റമില്ലേ, ഒന്നോടെ താഴെയുള്ള റോയിലാണ് കിടക്കുന്നത് അല്ലെ. ആദ്യം എന്ത് റോയിലായിരുന്നു, അപ്പൊ തൊട്ടടുത്ത റോയിലാണ് അടുത്തത് കിടക്കുന്നത് അല്ലെ. അതായത് ഏത് റോയിലാ? m+1 റോയിലായിരിക്കും കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ എൻട്രി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കോളം n, റോ m+1. അങ്ങനെയാണെങ്കിൽ നമ്പർ ഏതാ? n × m+1. അടുത്തത് ലാസ്റ്റത്തെയോ? അവിടെ എന്തൊക്കെ ചേഞ്ച് ഉണ്ട്? ഏത് കോളത്തിലാണ് കിടക്കുന്നത്? ഈ കോളത്തിലല്ലേ. അതായത് n+1 കോളത്തിലാണ് കിടക്കുന്നത്. ഏതാ റോയ്? താഴത്തെ റോയിലല്ലേ കിടക്കുന്നത്. അതായത്
m+1 റോയിലാണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എൻട്രി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? കോളം n+1 റോ m+1. അങ്ങനെയാണെങ്കിൽ എൻട്രി ഏതായിരിക്കും? n+1 കോളത്തിന്റെ നമ്പർ ഇൻറ്റു m+1 റോയുടെ നമ്പർ. ഇതല്ലായിരിക്കും ആ സ്ക്വയറിന്റെ എല്ലാ എൻട്രികളും. അതായത് ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലെ 4 നമ്പേഴ്സ് അടങ്ങുന്ന ഒരു സ്ക്വയർ അത് ഏത് രൂപത്തിലായിരിക്കും? nm n+1 ഇൻറ്റു m n ഇൻറ്റു m+1 n+1 ഇൻറ്റു m+1. ഇതായിരിക്കും നമ്മുടെ ആ സ്ക്വയറിന്റെ ജനറൽ ഫോം. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ക്രോസ് കിടക്കുന്ന നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യണം, അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലെ. nm-ഉം n+1 ഇൻറ്റു m+1 കൂടെ ആഡ് ചെയ്യണം. ഇപ്പൊ അതൊന്ന് ആഡ് ചെയ്ത് നോക്കിയാലോ. nm പ്ലസ് n+1 ഇൻറ്റു m+1. ആദ്യം ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. ഇത് നമ്മൾ നേരത്തെ പഠിച്ച ഒരു ഫോമിലാണല്ലോ കിടക്കുന്നത്. 2 ബ്രാക്കറ്റിലും 1 ആഡ് ചെയ്യുന്ന രീതിയിലല്ലേ കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? nm പ്ലസ് n പ്ലസ് m പ്ലസ് 1. അങ്ങനെയല്ലായിരിക്കും അതിന്റെ റിസൾട്ട്. അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു nm, അത് ഈ കിടക്കുന്ന nm ആണ്, പ്ലസ് ഇനി ഇതിന്റെ പ്രൊഡക്റ്റ്, അതായത് nm പ്ലസ് n പ്ലസ് m പ്ലസ് 1. ആ റിസൾട്ട് ഡയറക്റ്റ് ആയിട്ട് അറിയത്തില്ലെങ്കിൽ n കൊണ്ട് m-നെയും 1-നെയും മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ അടുത്ത നമ്പർ 1 കൊണ്ട് m-നെയും 1-നെയും മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ചെയ്താലും മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു nm, ഇവിടെ nm ഉണ്ടല്ലേ, അതായത് 2nm പ്ലസ് n പ്ലസ് m പ്ലസ് 1. ഇനി അടുത്തത് തമ്മിൽ കൂട്ടി നോക്കാം. അതായത് ഇത് രണ്ടും കൂടെ കൂട്ടണം അല്ലെ. അതായത് n+1 ഇൻറ്റു m, n+1 ഇൻറ്റു m പ്ലസ് അടുത്ത ഇത് അല്ലെ, ക്രോസ് ആയിട്ട് ഇങ്ങനെയല്ലേ വേണ്ടത്, n ഇൻറ്റു m+1. ദാറ്റ് ഈസ് ഈക്വൽ ടു, ആദ്യം ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തേ, n ഇൻറ്റു m 1 ഇൻറ്റു m അല്ലെ, nm പ്ലസ് m. അടുത്തത് പ്ലസ്, ഇനി ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം അല്ലെ, n ഇൻറ്റു m ചെയ്യണം, n ഇൻറ്റു 1 ചെയ്യണം. അപ്പോൾ n ഇൻറ്റു m എത്രയാ? nm പ്ലസ് n ഇൻറ്റു 1 n. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഒരു nm ഉണ്ട്, ഇവിടെയും nm ഉണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയാ? 2nm പ്ലസ് m പ്ലസ് ഇവിടെ n. അപ്പോൾ ക്രോസ് ആയിട്ട് കിടക്കുന്ന നമ്പേഴ്സിന്റെ സം ആണ് എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ സം എത്ര കിട്ടി? 2nm പ്ലസ് n പ്ലസ് m പ്ലസ് 1 എന്ന് കിട്ടി. രണ്ടാമത്തെയോ 2nm പ്ലസ് m പ്ലസ് n എന്ന് കിട്ടി അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ആദ്യത്തെ ഈ 3 ടൈം രണ്ടിനും സെയിം ആണ് അല്ലെ, ഇത് രണ്ടിനും സെയിം ആണ്. ദെൻ കൂടുതൽ ഏതാ ഉള്ളത്? ഈ 1 ആണ് ഇവിടെ കൂടുതലുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡിഫറൻസ് എത്രയായിരിക്കും? കൂടുതലുള്ള ഒന്നല്ലായിരിക്കും ഇതിന്റെ ഡിഫറൻസ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇവിടെ ഡിഫറൻസ് 1 ആയിരിക്കും. അത് തന്നെയല്ലേ നമ്മൾ നമ്പർ എടുത്ത് ചെയ്തപ്പോഴും കിട്ടിയത്? രണ്ടിടത്തും നമുക്ക് ഡിഫറൻസ് 1 ആയിട്ടാണ് കിട്ടിയത് അല്ലേ. അത് നമുക്ക് ഓൾജിബ്ര ഉപയോഗിച്ച് ഇങ്ങനെ പ്രൂവ് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ ഒരു സ്ക്വയർ ആണ് ഇമ്പോർട്ടന്റ്. ആ സ്ക്വയറിലെ ഓരോ എൻട്രികളും എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഓരോ നമ്പറുകളും എങ്ങനെ കണ്ടുപിടിക്കുന്നത്? കോളത്തിന്റെ എണ്ണത്തെ റോയുടെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കോളത്തിന്റെ എണ്ണത്തെ ഞാൻ n കൊണ്ട് സൂചിപ്പിച്ചു, റോയുടെ എണ്ണത്തെ m കൊണ്ട് സൂചിപ്പിച്ചു. അപ്പോൾ ആ എൻട്രി എങ്ങനെ കണ്ടുപിടിച്ചത്? കോളത്തിന്റെ എണ്ണം ഇൻറ്റു റോയുടെ എണ്ണം, അതായത് n ഇൻറ്റു m. അടുത്ത കോളം ആയതുകൊണ്ട് ഇവിടെ n+1 വന്നു ഇൻറ്റു m. റോയ്ക്ക് ചേഞ്ച് ഇല്ല. താഴെയോ കോളത്തിന് ചേഞ്ച് ഇല്ല, പക്ഷെ റോയ്ക്ക് ചേഞ്ച് ഉണ്ട് അല്ലെ, n ഇൻറ്റു m+1. ഇവിടെയോ കോളം ഒന്നുകൂടി റോയും ഒന്നുകൂടി, അതുകൊണ്ട് n+1 വന്നു m+1 വന്നു. ഈ സ്ക്വയറിലെ എൻട്രികൾ നമ്മൾ അറിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം.